പഴയ കുറെ കേസുകളും ഒക്കെ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പഴയ കേസുകളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വിഷയത്തിൽ ആ പെൺകുട്ടി അവൾ ഇപ്പോഴും ഇരുട്ടിലാണ്. ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ പ്രതിരോധിച്ചിട്ട് കാര്യമില്ല. പഴയ കാര്യങ്ങൾ പറയാനാണെങ്കിൽ വിൻസെന്റിന്റെ കേസ് പറയാം, എൽദോസിന്റെ കേസ് പറയാം, സരിത നായർ KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞത് പറയാം, അനിൽകുമാറിനെ കുറിച്ച് പറഞ്ഞത് പറയാം, ആര്യാട് മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞത് പറയാം എന്ന് തുടങ്ങി അങ്ങനെ ഈ കേസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മലയാളത്തിലെ ഈ സ്പൈസി വിവാദങ്ങളിലെ നായികമാർ പറഞ്ഞതിനെ കുറിച്ചാണെങ്കിൽ പല കടകംപള്ളിയെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞത് പറയാം. അതെ അതെ, വിൻസെന്റിനെ കുറിച്ചും എൽദോസിനെ കുറിച്ചും നിങ്ങൾ പറഞ്ഞ സ്പൈസി ക്യാരക്ടറാണോ പറഞ്ഞത്? അതുപോലെ അല്ല, അതുപോലെയുള്ള വിവാദമാണോ ഇത്? അതുപോലെ സംഗതിയാണോ ഇത്? അല്ല അല്ല, അതുപോലെ അതിനെ സമീകരിക്കല്ലേ? അങ്ങനെയാണ്. ഞാൻ തോമസ് ഐസക്കിനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞത് ചോദിച്ചില്ലല്ലോ, ഞാൻ കടകംപള്ളിയെ കുറിച്ച് പറഞ്ഞത് ചോദിച്ചില്ലല്ലോ, PC രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് ചോദിച്ചില്ലല്ലോ. അതിന് പെൺകുട്ടികൾ ഞങ്ങളുടെ അന്തസ്സിന് മേലെ ആക്രമണം നടത്തുന്ന ഒരാളെന്ന തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസാണിത്. എൽദോസിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി പറഞ്ഞത് പരാതിയല്ലേ? ഞാൻ അങ്ങനെ ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് എൽദോസിന്റെ കാര്യത്തിൽ എന്തായിരുന്നു? എൽദോസിന്റെ കാര്യത്തിലുള്ള നിലപാടും നിങ്ങൾക്ക് ഇയാളുടെ കാര്യത്തിലുള്ള നിലപാടും എല്ലാം ആക്രമണോത്സുകമായ നിലപാടാണ്. പക്ഷെ മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇല്ല എന്നുള്ള എന്റെ പോയിന്റ്. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, അത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യേണ്ട ഘട്ടമല്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ ഓരോരുത്തരായി പരാതി പറയാൻ തയ്യാറായി വരുമ്പോൾ അവരുടെ മൊറലിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അവർക്ക് പുറത്തു വരാൻ പോലും കഴിയാത്ത തരത്തിൽ ഈ വിഷയത്തെ, ഇതൊക്കെ പണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്, അന്നാരും രാജിവെച്ചിട്ടില്ല എന്ന തരത്തിൽ ഇതിനെ ന്യായീകരിക്കാനും സമീകരിക്കാനും നിൽക്കരുത് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. അതല്ലാതെ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാത്ത, അങ്ങനെയാണെങ്കിൽ മറ്റേ കേസിൽ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടല്ല. ഞാൻ ഉറച്ചു പറയുന്നു, അങ്ങനെയല്ല ഈ വിഷയത്തെ കാണേണ്ടത്. ഇത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഇപ്പൊ ആ പെൺകുട്ടി 3.5 വർഷം മുമ്പ് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന റിനി എന്ന് പറയുന്ന പെൺകുട്ടി നമ്മളോട് ഞാൻ കഴിഞ്ഞ ദിവസം ആ കുട്ടിയോട് സംസാരിച്ചിരുന്നു. അപ്പൊ ആ കുട്ടി പറയുന്നത് ഈ മാസം ഫെബ്രുവരിയിൽ പോലും വീണ്ടും ആ കുട്ടിക്ക് മെസ്സേജ് അയക്കാണ്. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ അതിനെ ചീത്ത പറഞ്ഞയച്ചയാൾ വീണ്ടും വന്ന് മെസ്സേജ് അയക്കുകയാണ്. അതേപോലെ ഇതിന് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു.